ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റും വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഓയിലൊന്നും വേണ്ട കേട്ടോ, നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പുള്ള ബട്ടറായാലും ഉപ്പില്ലാത്ത ബട്ടറായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ, ബട്ടർ ആയത് കാരണം തന്നെ പെട്ടെന്ന് കരിയും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ടുണ്ട്. മൈദയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ മൈദയുടെ ആ ഒരു പച്ചമണക്ക് മാറി നന്നായിട്ട് ബട്ടറിൽ മൂത്തിട്ട് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ആ ഒരു സമയത്ത് വേണം നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ മൈദ ഇളക്കി മൂപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ തീ വളരെ കുറച്ച് വെച്ചിട്ട് ചെയ്യുക കേട്ടോ, കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് മൊത്തം മാറും. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് പശുവും പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പുള്ള ബട്ടറാണെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പില്ലാത്ത ബട്ടറായത് കാരണം തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കുരുമുളക് പൊടി ചേർക്കണില്ല. ഇത് നല്ല പോലെ നമുക്കൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വളരെ കുറഞ്ഞ അളവിലാണ് പാസ്ത എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് സോസ് നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇനി നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം നമ്മളിതിലേക്ക് പിസ്സ സോസാണ് ചേർക്കുന്നത്. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം പിസ്സ സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സോസ് ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. നമ്മുടെ സവാള, തക്കാളി, വെളുത്തുള്ളി, ക്യാപ്സിക്കം, മല്ലിയില ഇതെല്ലാം കൂടെ നമ്മളൊന്ന് വഴറ്റിയിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുന്നുണ്ട്. അതിന് ഉപ്പ്, കുരുമുളക്, അതുപോലെ തന്നെ ടൊമാറ്റോ സോസും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒറിഗാനൊക്കെ ഉണ്ടെങ്കിൽ ഒറിഗാനും കൂടെ ചേർക്കാം. ഞാൻ ഒറിഗാനൊന്നും സാധാരണ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെയാണ് പിസ്സ സോസ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്തയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഒരു കോഴിമുട്ടയും കുറച്ച് പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് സമൂസയുടെ ഷീറ്റാണ് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു പാനിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഓയിൽ വളരെ കുറച്ച് തേച്ച് കൊടുത്താൽ മതി കേട്ടോ, പാനിൽ ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഓരോ ഷീറ്റ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇത് ക്രോസായിട്ട് 2 രീതിയിൽ നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഈ ഒരു ലെവലിൽ വെച്ചതിന് ശേഷം പിന്നെ അടുത്തത് നമ്മൾ തിരിച്ചിട്ട് അങ്ങോട്ട് ക്രോസ് ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2 രീതിയിലും വെച്ചതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഹോളൊന്നും ഇല്ലാണ്ട് നല്ല പോലെ തന്നെ പാനിൽ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാം മുട്ടയുടെ ആ ഒരു മിക്സിൽ മുക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് മുട്ടയുടെ ആ ഒരു മിക്സ് നമുക്കിതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാസ്തയുടെ ആ ഒരു മിക്സ് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് നിരത്തി കൊടുക്കുക. ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അത് പൊടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ മൊസറല്ല ചീസൊക്കെ വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ചേർക്കണില്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരെ താഴെ വെച്ച് അതേപോലെ തന്നെ സമൂസയുടെ ഷീറ്റ് എടുത്തിട്ട് മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ തലങ്ങും വിലങ്ങുമായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ രണ്ടും അടിയിലും മുകളിലും ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി വരുന്ന ഭാഗമൊന്നും കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് ഉള്ളിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് കൊടുത്താൽ മതി. കട്ട് ചെയ്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം വേസ്റ്റായി പോകും കേട്ടോ. അത് നമുക്ക് വെന്ത് കഴിഞ്ഞാലും നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് തന്നെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ബാക്കി ആ മുട്ടയുടെ മിക്സ് ഇതിന് മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നമ്മൾ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് നമ്മളിത് അടുപ്പിൽ വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചതിന് ശേഷം നമുക്കിത് തുറന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗം നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കരുത് കേട്ടോ. മുട്ടയുടെ ആ ഒരു മിക്സുള്ള കാരണം തന്നെ പെട്ടെന്ന് തന്നെ കരിയും. അതുകൊണ്ട് തന്നെ നമുക്കിത് ചെറിയ തീയിലിട്ടിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ മുട്ടയുടെ ആ ഒരു ഭാഗമുള്ള കാരണമാണ് കേട്ടോ കുറച്ചിങ്ങനെ ഒരു ബ്ലാക്ക് കളറായിട്ട് തോന്നുന്നത്, അല്ലാണ്ട് നമ്മുടെ ഷീറ്റ് കരിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുത്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഉള്ളിൽ ആ ഒരു പാസ്തയുടെ ആ ഒരു മിക്സൊക്കെ ഉള്ള കാരണം തന്നെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.